വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയുവാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തെരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നസ്രസിലെ സിനഗോഗിൽ പ്രാർത്ഥനാലയത്തിൽ ഒരു സാബത്ത് ആചരണത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത്. നസ്രോസിലെ സിനഗോഗിൻ്റെ പശ്ചാത്തലത്തിൽ ആ സിനഗോഗാണ് യേശുവിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ വേദി. യേശുവിൻ്റെ സ്വന്തം സ്ഥലം അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെട്ടു. നസ്രസിൽ വന്ന് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവൻ ജീവിച്ചു. അതുകൊണ്ട് അവനെ നസ്രയൻ എന്ന് വിളിക്കപ്പെട്ടു. 30 വയസ്സുവരെ യേശു നസ്രത്തിൽ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു. തൻ്റെ ശുശ്രൂഷയെ പ്രവാചക ശൈലിയിലും പ്രവചനത്തിൻ്റെ പൂർത്തീകരണവുമായി യേശു കാണുകയാണ്. ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് യേശു യെശയ്യായുടെ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് തൻ്റെ തത്വസംഹിത ലോകത്തെ അറിയിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് അടിസ്ഥാനമായിട്ട് നാം കാണുന്നത്. യേശുവിലും അവൻ്റെ ശുശ്രൂഷയിലും പഴയ നിയമ പ്രവചനങ്ങൾ സഫലമാവുകയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്നും യുഗാന്ത പ്രവാചകനും പരിശുദ്ധാത്മ അഭിഷിക്തനുമായ മിശിഹായുമായി തൻ്റെ ദൗത്യം എന്തെന്നും ഈശോ പ്രഖ്യാപിക്കുകയാണ്. ബാബിലോണിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് ദൈവം നൽകുന്ന മോചനം അറിയിക്കുകയാണ് അഭിഷിക്തനായ പ്രവാചകൻ്റെ ധർമ്മം. യെശയ്യായിലൂടെ പ്രവചിതമായ കാര്യങ്ങൾ യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ദൈവാത്മാവിനുള്ള സ്ഥാനം ഇവിടെ ലൂക്ക എടുത്തു കാണിക്കുകയാണ്. കർത്താവിൻ്റെ തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് മോചനം ദൗത്യം നിറവേറ്റുകയാണ് ഇവിടെ. മോചന പ്രവൃത്തിയെ പ്രധാനമായും 5ആയി ലൂക്ക തിരിക്കുന്നു. 1, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. ലൂക്കായുടെ ഇഷ്ടവിഷയവും പ്രത്യേക വിഷയവുമാണ് ദരിദ്രർക്ക് സുവിശേഷം. ദരിദ്രർ അന്നത്തെ അന്നത്തിന് വകയില്ലാത്ത ആളുകളാണ്.
യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഉള്ളടക്കം ദരിദ്രരോട് സുവിശേഷിക്കുവാനാണ്. ദരിദ്രരോട് സുവിശേഷിക്കുക എന്ന ശൈലിക്ക് അതിൻ്റെതായ അർത്ഥം സാമ്പത്തിക ദാരിദ്ര്യത്തിൽ നിന്നുള്ള വിമുക്തിയോ ആത്മാവിൻ്റെ രക്ഷ മാത്രം സൂചിപ്പിക്കുന്ന ആധ്യാത്മിക സമീപനമോ അല്ല. സമഗ്ര മനുഷ്യൻ്റെ സമഗ്ര വിമോചനമാണ് യേശു ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ദരിദ്രരെ പരാമർശിക്കുന്നതിനുള്ള 5 പ്രത്യേക വിവരണങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. 4-ാം അധ്യായം 18-ാം വാക്യത്തിലും 6-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും 7-ാം അധ്യായം 22 മുതൽ തുടർന്നുള്ള വാക്യങ്ങളിലും 14-ാം അധ്യായം 13-ാം വാക്യത്തിലുമൊക്കെ അത് വ്യക്തമാണ്. 5 ഇടങ്ങളിലായി ദരിദ്രരുടെ 14 വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദരിദ്രർ, ബന്ധിതർ, അന്ധർ, അടിച്ചമർത്തപ്പെട്ടവർ, വിശപ്പ് സഹിക്കുന്നവർ, കരയുന്നവർ, പീഡ അനുഭവിക്കുന്നവർ, കുരുടർ, മുടന്തർ, കുഷ്ഠരോഗികൾ, ചെകിടർ, മരിച്ചവർ, വികലാംഗർ എന്നിവരാണ് അവർ. വിജാതീയ സ്ത്രീ പുരുഷന്മാരും ദരിദ്രരിൽപ്പെടുന്നു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 25 മുതൽ ഉള്ള വാക്യങ്ങൾ കാണുന്നു. സറപ്തായിലെ വിധവയുടെ അടുത്തേക്ക് അയക്കപ്പെട്ട ഏലിയായെ നാം അവിടെ കാണുകയാണ്. കുഷ്ഠരോഗിയായ സിറിയക്കാരൻ നാമാനെ സൗഖ്യപ്പെടുത്തുന്നതും അവിടെ നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക സഹായം ആവശ്യമുള്ളവരും അവൻ്റെ വാക്കിന് കാത്തിരിക്കുന്നവരുമാണ് അവർ. യേശുവിൻ്റെ ശിഷ്യനായതിനാൽ വിശപ്പും ദാഹവും ദുഃഖവും കരച്ചിലും പീഡയും നിന്ദനവുമൊക്കെ ഏൽക്കുന്നവരും ദരിദ്രരാണ്. സാമ്പത്തികമോ ശാരീരികമോ രാഷ്ട്രീയമോ ആത്മീയമോ സാമൂഹികമോ ആയ അടിമത്തത്തിൽ നിന്നുള്ള മോചനം വേണ്ടവരെല്ലാം ദരിദ്രരാണ്. നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കെല്ലാം രക്ഷയുടെ സുവിശേഷമാണ് ലൂക്ക വിവരിക്കുന്ന യേശുവിൻ്റെ സുവിശേഷം. ദരിദ്രരോടുള്ള പ്രഘോഷണമാണ് ലൂക്കായുടെ സുവിശേഷം. ബന്ധിതർക്ക് മോചനം. തടവറയിൽപ്പെട്ടവരാണ് ബന്ധിതർ. മനുഷ്യരെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിലാക്കുകയാണ് യേശുവിൻ്റെ ദൗത്യം. സാബത് വർഷവും പാപമോചനവും ഒക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. മോചിക്കുക, അഫിയേമി എന്ന ക്രിയാപദം മോചിക്കുന്നത് വർണ്ണിക്കാനാണ് ലൂക്ക 13 പ്രാവശ്യം തൻ്റെ സുവിശേഷത്തിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ഉദ്ധിതനായ യേശു തൻ്റെ സാക്ഷികളായ സ്ത്രീകന്മാരെ അയക്കുന്നത് പാപമോചനത്തിനുള്ള മാനസാന്തരം അവൻ്റെ നാമത്തിൽ പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. മോചനത്തിൻ്റെ പൂർണ്ണത പാപവിമോചനത്തിലാണ്. ദരിദ്രരോട് സുവിശേഷിക്കപ്പെടേണ്ട അടിസ്ഥാനപരവും ദൈവികവുമായ യഥാർത്ഥ മോചനം പാപമോചനമാണ്. പാപമോചനം വഴിയാണ് രക്ഷ ലഭിക്കുന്നത്. മനുഷ്യമോചനത്തിൻ്റെ വർഷമാണ് കർത്താവ് പ്രഖ്യാപിച്ച ജൂബിലിയുടെ വർഷം. കേവലം സാമൂഹിക സാമ്പത്തിക മോചനമല്ല യേശു പ്രഘോഷിക്കുന്നത്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ്. അന്ധർക്ക് കാഴ്ച. ലൂക്കായുടെ വിവരണത്തിൽ കാഴ്ച കാണുക, പ്രകാശം എന്നീ പ്രതീകങ്ങൾ രക്ഷയുടെ രൂപകങ്ങളാണ്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും. യേശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുകയാണല്ലോ യേശുവിൽ. രക്ഷയും രക്ഷകനായ ദൈവത്തെയും കാണാതെ തടി തപ്പി നടക്കുന്നവർക്ക് രക്ഷയുടെ കാഴ്ച നൽകുവാൻ യേശു
ആത്മാവിനാൽ അഭിഷിക്തനായി വരുന്നു. കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസാദകരമായ ഒരനുഭവമായി ഓരോ ദിവസത്തെയും കാണണം. ദിസ് ഈസ് ദ ഡേ വിച്ച് ദ ലോർഡ് ഹസ് മെയ്ഡ്, ലെറ്റ് us be glad and rejoice. ഓരോ ദിവസവും ദൈവം നമുക്ക് കനിഞ്ഞു നൽകുന്ന ദിവസമാണ്. അനന്ത സാധ്യതകളോടുകൂടി നൽകപ്പെടുകയാണ്. നാം ആ ദിവസത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു, ദൈവമഹത്വത്തിനായിട്ട്, ജനം നന്മയ്ക്കായിട്ട് നാം വിനിയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഫലം നമുക്ക് ലഭിക്കും. യേശയ്യാ പ്രവാചകൻ പ്രവചിച്ച മോചനത്തിൻ്റെയും രക്ഷയുടെയും നവയുഗം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് യേശു സിനഗോഗിലെ തൻ്റെ ഈ പ്രസംഗത്തിലൂടെ. ദൈവത്തിൻ്റെ വാഴ്ചയുടെ വാഗ്ദാനം രക്ഷയുടെ നവയുഗ സാഫല്യമാണ്. യേശുവിൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും വഴി ദരിദ്രർക്ക് ആ രക്ഷ സംലഭ്യമാക്കി കൊടുക്കുകയാണ്. അവിഭാജ്യവും സമഗ്രവുമായ മോചനം അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷയേകുന്ന യുഗാന്ത്യ പ്രവാചകനാണ് യേശുക്രിസ്തു എന്നുള്ളതിലാണ്. ദൈവത്തിൻ്റെ രക്ഷ ഇന്ന് യേശുവിൽ സാക്ഷാത്കൃതമായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യരായ നമ്മെ ദൈവീകരാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ കൂടുതൽ മനുഷ്യത്വമുള്ളവരായി മാറണം എന്നുള്ളതാണ് അവിടുത്തെ സിനഗോഗിലെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു എന്ന് യേശുതമ്പുരാൻ അരുളി ചെയ്തപ്പോൾ അവിടുത്തെ ആ ദൗത്യം സഭയിലൂടെ തുടർന്നുകൊണ്ട് പോകുവാൻ അവിടുന്ന് നിയോഗിക്കുന്ന വ്യക്തികളാണ് മാർപ്പാപ്പമാർ. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു നോക്കുമ്പോൾ 1920 മുതൽ 2005 വരെയുള്ള കാലഘട്ടങ്ങൾ വിവിധ പ്രശ്നങ്ങളിലൂടെ വ്യക്തിപരമായും സഭാ നേതൃത്വത്തിലും തനിക്ക് നേരിട്ട അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 1920 മെയ് മാസം 18 കരോൾ ജോസഫ് വോയ്റ്റീവ പോളണ്ടിലെ ക്രാക്കോവിൽ ജനിച്ചു. കരോൾ വോയ്റ്റീവയുടെയും എമീല കാക്സോസ് റോസ്കയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത്. ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നു. തൻ്റെ ഏക സഹോദരൻ മെഡിക്കൽ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടുത്ത പനി ബാധിച്ച് വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ മരിക്കുന്നു. അപ്പനും മകനും കൂടി അവിടെ നിന്നും താമസം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പനെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥനായ ഈ മകൻ അപ്പൻ രോഗിയായി കിടക്കയിൽ കിടക്കുമ്പോൾ പാടത്ത് പണിയെടുക്കുവാനും ഫാക്ടറിയിൽ ജോലി ചെയ്യുവാനും ഒരു മടിയും കാണിക്കുന്നില്ല. അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് അപ്പന് ആവശ്യമായ മരുന്നും ഭക്ഷണവും വാങ്ങിക്കൊണ്ട് ദിവസവും വരുന്ന മകൻ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ അപ്പൻ കട്ടിലിൽ മരിച്ചു കിടക്കുകയാണ്. തൻ്റെ അമ്മ മരിച്ചു, സഹോദരൻ മരിച്ചു, അപ്പൻ മരിച്ചു. ഇനി ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുകൂടി. ആ തോന്നലിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണെന്ന് യേശുതമ്പുരാൻ അരുളി ചെയ്ത വാക്കുകൾ അന്വർത്ഥമാക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. അപ്പൻ്റെ മരണശേഷം അനാഥത്വം തോന്നിയ അദ്ദേഹം തൻ്റെ ഇടവക വികാരിയുമായി അടുത്ത
ഒരു സൗഹൃദത്തിൽ കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം അപ്പൻ്റെ സ്ഥാനത്ത് വികാരിയെ കണ്ടുകൊണ്ട് വികാരിയോട് സംസാരിച്ചു. ആ വികാരി ഈ മകൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് കലവറയില്ലാത്ത പിന്തുണ നൽകി, പഠിക്കുന്നതിനുള്ള സഹായം നൽകി. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി എന്ത് എന്ന ചോദ്യത്തിന് എൻ്റെ വികാരിയച്ഛനെപ്പോലെ ഒരു അച്ഛനാകണമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം സെമിനറിയിൽ പ്രവേശിക്കുന്നതും ഒരു പുരോഹിതനായി അഭിഷിക്തനാകുന്നതും 1946 നവംബർ മാസം 1-ാം തീയതി ആർച്ച് ബിഷപ്പ് സഫി ഹാമിൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയാണ്. ഇടവകകളിലൊക്കെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. ആ കാരണത്താൽ 1958 ജൂലൈ മാസം 4-ാം തീയതി 12-ാം പീയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഓംബ്യ രൂപതയുടെ സ്ഥാനിക മെത്രാനും ക്രാക്കോവ് അതിരൂപതയുടെ സഹായമെത്രാനുമായി അഭിഷേകം ചെയ്തു. 1958 സെപ്റ്റംബർ 28 ക്രാക്കോ രൂപതയുടെ മെത്രാനായ അദ്ദേഹം 64 ജനുവരി 13 ക്രാക്കോയുടെ അതിരൂപത അധ്യക്ഷനായി ഉയർത്തപ്പെടുകയാണ്. 1967 ജൂൺ 26 അദ്ദേഹത്തിന് കർദിനാൾ പദവി ലഭിച്ചു. ആഗോള സഭയുടെ 264-ാം മാർപ്പാപ്പയായി 1978 ഒക്ടോബർ 10 തിരഞ്ഞെടുക്കപ്പെട്ടു. ഒക്ടോബർ 22 ജോൺ പോൾ രണ്ടാമൻ എന്ന നാമധേയം സ്വീകരിച്ചു. 27 വർഷക്കാലം പത്രോസിൻ്റെ പിൻഗാമിയായി തിരുസഭയെ നയിച്ചു. 2005 ഏപ്രിൽ 2 കാലം ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ജനിച്ച അദ്ദേഹം, പോളണ്ടിൽ ജനിച്ച അദ്ദേഹം പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പാടത്ത് പണിയെടുക്കുവാനും ഫാക്ടറിയിൽ ജോലി ചെയ്യുവാനും ഒരു മടിയും കാണിച്ചില്ല. അനാഥനെന്ന് തോന്നിയപ്പോഴും ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ്. ദൈവകരങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ടൊരു പുരോഹിതനാകുവാനുള്ള ആഗ്രഹത്തിൽ മുമ്പോട്ട് വന്ന് പൗരോഹിത്യ പട്ടവും മെത്രാൻ പട്ടവും ആർച്ച് ബിഷപ്പായും കർദിനാളായും മാർപ്പാപ്പയായും ഒക്കെ ഉയർത്തപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലളിതമായ ഒരു ജീവിതമായിരുന്നു. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 38ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചു. ആ രാജ്യങ്ങളിലെ ജനങ്ങളുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ചു. ആഴമായ ആധ്യാത്മികത അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ ഭക്തൻ, സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമുക്ക് കാണാമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഭക്തനായിരുന്നു അദ്ദേഹം. അമ്മയുടെ മധ്യസ്ഥത ദിവസം 3 പ്രാവശ്യം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. മറ്റവസരങ്ങളിലും അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. രക്ഷാകര സംഭവങ്ങൾ ഓരോന്നിനെയും ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തിയ ജപമാല പ്രാർത്ഥന ആഴമായ ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. 2005 കാലം ചെയ്ത അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം വഴി ലോകത്തിൽ പ്രവർത്തിക്കുകയാണ്. അതിനുള്ള അടയാളമായിരുന്നു ഫ്രഞ്ചുകാരിയായ മാരിസോൺ പിയറെ നോർമണ്ട് എന്ന 49 വയസ്സുകാരിക്ക് പാർക്കിൻസൺസ് രോഗത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് പാർക്കിൻസൺ ബാധിച്ചുകൊണ്ട് സ്വയമായി ഒന്നും എടുത്ത് കഴിക്കാനാവാത്ത അവസ്ഥയിൽ, കാര്യമായി ഒന്നും സംസാരിക്കാനാവാത്ത അവസ്ഥയിൽ കഴിയുമ്പോൾ ലോകത്തോടായിട്ട് പറഞ്ഞു, നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ എന്ന്.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം കണ്ടതുപോലെ പ്രിയപ്പെട്ടവരുടെ മരണം, അപ്രതീക്ഷിതമായി ഏൽക്കുന്ന ആഘാതം, ഇവയെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം നിരാശപ്പെടുന്നില്ല. പ്രത്യാശ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇങ്ങനെയുള്ള അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ 2011 മെയ് 1 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതും 2014 ഏപ്രിൽ 24 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചതും. യുവജനങ്ങളോട് അഗാധമായ സ്നേഹം പുലർത്തിയ മാർപ്പാപ്പ ലോക യുവജന ദിനങ്ങൾ തന്നെ സ്ഥാപിച്ചു. 19 ലോക യുവജന ദിനമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടത്തപ്പെട്ടത്. യുവജനങ്ങളുടെ ക്രൈസ്തവ രൂപീകരണം, സഭാ ശുശ്രൂഷകളിലുള്ള പ്രതിബദ്ധത, ഉപവി പ്രവർത്തനങ്ങളിലുള്ള തുറവി, ഇവയായിരുന്നു യുവാക്കളെ ഏറെ ആകർഷിച്ചത്. ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കുടുംബജീവിതക്കാരോട് പ്രത്യേകത മമത അദ്ദേഹം പുലർത്തി. അതുകൊണ്ട് അഖില ലോക കുടുംബ സമ്മേളനം 1994 റോമിൽ വിളിച്ചുകൂട്ടി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വാഴ്ത്തപ്പെട്ടവരായും വിശുദ്ധരായും പ്രഖ്യാപിച്ചത്. 1338 പേരെ വാഴ്ത്തപ്പെട്ടവരായും 482 പേരെ വിശുദ്ധരായും പ്രഖ്യാപിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യയായ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു. കാലത്തിനൊത്ത് സഭയെ നയിച്ച മാർപ്പാപ്പായുടെ പ്രബോധനങ്ങൾ ഈടുറ്റതാണ്. തൻ്റെ അജപാലന കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച പ്രബോധനങ്ങൾ 14 ചാക്രിക ലേഖനങ്ങൾ, 15 അപ്പോസ്തോലിക ഉത്ബോധനങ്ങൾ, 11 അപ്പോസ്തോലിക നിയമസംഹിതകൾ, 45 അപ്പോസ്തോലിക ലേഖനങ്ങൾ ഒക്കെ വിരചിച്ച ഒരു വ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തിൽ കാണുവാൻ കഴിഞ്ഞത്. സുവിശേഷത്തിൽ നാം കണ്ടതുപോലെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, പാവപ്പെട്ടവരോട് പക്ഷം ചേരുവാൻ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം അറിയിക്കുവാൻ കഴിഞ്ഞ ആ മഹത് വ്യക്തി വിശുദ്ധ പദവിയിലായിരുന്നു കൊണ്ട് നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നിങ്ങൾക്കും വിശുദ്ധരാകാം എന്ന്.